Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, നമുക്ക് prayer start ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ പ്രയർ ചെയ്യാം. ലോകത്തിനാകവെ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥനെ കൈ തൊഴുന്നേ, തൃക്കാലടികളാൽ ഉൾക്കാമ്പിൽ മേവുന്ന നിക്കാതലെ താണു കൈ തൊഴുന്നേ. തിന്മകളൊക്കെയും ദൂരീകരിക്കുവാൻ ഞങ്ങളിൽ കാരുണ്യം പെയ്തിടണേ. കർമ്മനിരതരായി ഞങ്ങളെ മാറ്റുവാൻ കണ്ണു തുറന്നു കനിഞ്ഞിടണേ. എക്കാലം ഞങ്ങൾക്കു മുന്നോട്ടു പോകുവാൻ സത്യമാർഗം തെളിച്ചിടണേ. സത്യപ്രകാശമേ, നിന്നിലാലിയുവാൻ നിത്യവും ഞങ്ങൾ വണങ്ങിടുന്നേ. സത്യപ്രകാശമേ, നിന്നിലാലിയുവാൻ നിത്യവും ഞങ്ങൾ വണങ്ങിടുന്നേ. ലോകത്തിനാകവെ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥനെ കൈ തൊഴുന്നേ. തൃക്കാലടികളാൽ ഉൾക്കാമ്പിൽ മേവുന്ന ചിക്കാതലെ താണു കൈ തൊഴുന്നേ. Good afternoon, ma'am. Good afternoon, friends. Good afternoon. Okay, sign ചെയ്തോളൂ. ഞാനാണ് മാഡം. രാവിലെ നടക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിന്? ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ നടത്തം സഹായിക്കും. അതുപോലെ തന്നെ എല്ലുകളുടെയും പേശികളുടെയും ബലം വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സ്ട്രെസ് കുറയ്ക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും നടത്തം വളരെ ഉത്തമമാണ്. പിന്നെ ഫ്രഷായ കാറ്റും വെളിച്ചവും കിട്ടുന്നത് തന്നെ പ്രത്യേക ഉന്മേഷവും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും കിട്ടുന്നു. തോട്ടുണ്ടോ? മേഡം ഞാൻ പറയട്ടെ. Silence and smile are powerful tools. Smile to solve problems and silence to avoid them. നിശബ്ദതയും പുഞ്ചിരിയും ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കുക, അവ ഒഴിവാക്കാൻ നിശബ്ദത പാലിക്കുക. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോ നമുക്ക് ഞാന് മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചൈൽഡ് വെൽഫെയറിന്റെ. നിങ്ങൾക്ക് കിട്ടും, ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പാർട്ട് 4 ആതിര മിസ് തുടങ്ങിയായിരുന്നില്ലേ? തുടങ്ങി മിസ്. ഏത് ചാപ്റ്റർ ഒക്കെയാണ് എടുത്തേ? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം മുതൽ എടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം തുടങ്ങിയാണ് എടുത്തിട്ടുള്ളത് അല്ലേ? 1ഉം 2ഉം 3ഉം ഒന്നും എടുത്തിട്ടില്ല അല്ലേ? അല്ല, ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തുകൂടാ. 5 മുതൽ താഴേക്ക്. 5 മുതൽ താഴേക്ക് അല്ലേ? ഓക്കെ. 5, 6, 7, 8. 9ഉം 10ഉം ഞങ്ങൾക്ക് സെമിനാറാന്ന് പറഞ്ഞത്. 9 സെമിനാർ തന്നിട്ടുണ്ട്, 10 അടുത്ത സെമിനാർ തരുന്ന പറഞ്ഞത്. അതെ അല്ലേ?
അപ്പൊ നമുക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 1 സ്കൂൾ മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഓക്കെ. സ്കൂൾ മാനേജ്മെന്റ് ആണോ? അതെ, ചവിട്ടി കടച്ചാ മതിയല്ലോ. ആദ്യത്തെ പേജ് കേട്ടോ, ആദ്യത്തെ പേജ് റീഡ് ചെയ്യാം. ഹലോ മാം, എനിക്ക് ആ, ഒമ്പതാമത്തെ ചാപ്റ്ററിലെ ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. 9ാമത്തെ ചാപ്റ്ററോ? ഡിഫൻസ് മെക്കാനിസം ആണോ? ആ, ഏതാണ്, എന്താണ് ഡൗട്ട്? അത് 9ാമത്തതും 10ാമത്തെ. അത് പഠിക്കുമ്പോഴാണ് അങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോവാണ്. നെഗറ്റീവ്സ് ആണോ? നെഗറ്റീവ്സ് ആണോ 9? 9 നെഗറ്റീവ്സം. പിന്നെ 10 സിമ്പതിസം. യെസ്. ഒരാളൊന്ന് ഷിജിനാസിനൊന്ന് പറഞ്ഞു കൊടുത്തേ, നെഗറ്റീവ്സും സിമ്പതിസും. മാം ഞാൻ ഹൈറിനിസം പറഞ്ഞു കൊടുക്കൂ. യെസ്. Some individuals react to buffering situation by becoming negative. This means they do not attack the problem or obstacle which challenge them. Instead, they become contradictory, stubborn and rebellious, disobedient, temper, tantrum, and defense are expression of their negativism. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സമാധാനത്തോടെ കേൾക്കാൻ പറ്റുകയോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നെഗറ്റീവിസം.
പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവായിട്ട് കാണും. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കും. ഇതെല്ലാമാണ് നെഗറ്റീവിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലേ മാം? അതെ അതെ. പിന്നെ sympathism. In sympathism, the individual avoid the need of solving his problem by getting the sympathy of others. Many people get contented if they can tune off someone for sympathy. They try to obtain attention and secure expression of concern over their നമ്മളെ ഒരു സഹതാപം പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് സിമ്പതിസം. സിമ്പതി പിടിച്ചു വയ്ക്കുക, അങ്ങനെയാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്ര എനിക്കറിയുള്ളൂ. ഓക്കെ, വേറെ ആരെങ്കിലും ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സുറുമി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സുറുമി ഉണ്ടോ? നമുക്കിപ്പോ ഒരു ഏൽപ്പിക്കുക, നമുക്കൊരു ഇപ്പൊ അതിന്റെ കൺഫ്യൂഷൻ വരുന്ന സാഹചര്യം അത് നെഗറ്റീവ് പറഞ്ഞ് അതിന് മൊത്തമായിട്ട് വിട്ട് മാറിക്കുക. അത് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ല സുറുമി, ക്ലിയർ അല്ല പറയുന്നത്. ഒന്ന് നീങ്ങി നിൽക്കാമോ? നമുക്ക് എന്തെങ്കിലും അമ്പരപ്പോ ബാഫ്ലിംഗിന്റെ മീനിങ് അമ്പരക്കുന്നത്. അമ്പരപ്പുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേൾക്കുന്നില്ല സുറുമി, കേൾക്കുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം സുറുമി, ഒന്ന് മാറി നിൽക്കട്ടെ കേട്ടോ. കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞു നോക്കിക്കോളൂ. കേൾക്കുന്നില്ല, മനസ്സിലാവണില്ല. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് പിന്നെ നോക്കാം സുറുമി. വേറെ ആരെയും ഉണ്ടെങ്കിലും പറയിപ്പിച്ചു നോക്കാം കേട്ടോ. ചെറുതായ ഇതിൽ എനിക്ക് മനസ്സിലായ പോലെ പറയാം. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫെയിൽ എന്നല്ല, നമുക്ക് പുവറായിട്ട് എക്സൽ ചെയ്യാൻ പറ്റാത്ത ഭാഗം അത് മാറ്റിവെച്ച് മറ്റൊരു ഭാഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് നോക്കുന്ന സംഭവമാണ് കോമ്പൻസേഷൻ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിപ്പിന് കുറച്ച് ബാക്കോട്ടാണ്, പക്ഷെ സ്പോർട്സിന് ഭയങ്കരമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ മനസ്സിന് സമാധാനം കണ്ടെത്തുന്നതാണ് കോമ്പൻസേഷൻ. അല്ലേ മാം? അതെ, ആ ഒരു മെക്കാനിസം ആണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എല്ലാരും പറഞ്ഞോളൂ, എല്ലാവർക്കും മനസ്സിലാവട്ടെ കേട്ടോ. റസ്മിൻ ആദ്യം തൊട്ട് പറഞ്ഞോളൂ. ഡിഫൻസ് മെക്കാനിസത്തിന്റെ റസ്മിനയ്ക്ക് മനസ്സിലായിട്ടുള്ള എല്ലാ പോയിന്റ്സും ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അത് നാളെ എക്സാമിന് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം അല്ലേ? അപ്പൊ എല്ലാവരും കേട്ടിരിക്കുക കേട്ടോ റസ്മിന പറയുന്ന കാര്യങ്ങള്. ഓക്കെ, ഞാൻ എനിക്ക് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി ഞാനൊരു മനസ്സിലാക്കിയ രീതി അങ്ങനെയാന്നേ പറയുന്നത്, അല്ലാണ്ട് എഴുതി വെച്ചത് പോലെയല്ല. ഞാൻ എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മനസ്സിലാക്കിയ രീതിയാന്നേ പറയുന്നത്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ നമുക്ക് ഏതിലാണോ നമ്മൾ വീക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നതിൽ എക്സൽ ചെയ്ത് സമാധാനം കണ്ടെത്തുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം, അതായത് എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാം നടക്കും, നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ശരിയായിരുന്നില്ല, ക്വസ്റ്റ്യൻസ് വളരെ ടഫായിരുന്നു എന്ന് പറഞ്ഞ് അതിൽ സമാധാനം കണ്ടെത്തുന്ന രീതിയാണ് റാഷണലൈസേഷൻ. ശരിയാണോ മാം? അതെ. അടുത്തത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒന്നിലേക്ക് നമ്മൾ കുറ്റം കണ്ടെത്തുക, അതായത് മറ്റുള്ളവരെ നമ്മള് പഴിചാരുന്ന രീതിയാണ് പ്രൊജക്ഷൻ. സിംപ്ലി മീൻസ് ബ്ലെയിമിങ് അതേഴ്സ്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അത് നമ്മൾ ചാരി വെക്കുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയാം. ഇനി അടുത്തത് ഐഡന്റിഫിക്കേഷൻ.
Worship is also from identification. Identification ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നേ, നോക്കി വെച്ചായിരുന്നു. Learning from limiting someone we admire to feel stronger, confident and important. അതെ, ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരാളെ നമ്മള് പിന്നെ അതായത് ഹീറോ ആയിട്ട് എടുക്കുക. അത് നമ്മുടെ യങ്ങർ ബ്രദർ എല്ലാ കാര്യങ്ങളിലും എക്സലായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെക്കാനിസമാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, ഇനി സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേടാൻ ആഗ്രഹിക്കുകയും അത് പറ്റാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യത്തിലോട്ട് നമ്മൾ പോകുന്നതാണ് സബ്ലിമേഷൻ. അതായത് ഒരാൾക്ക് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം, പക്ഷെ ഡോക്ടർ ആവാൻ പറ്റുന്നില്ല, പണത്തിന്റെ പ്രശ്നമോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു നമ്മുടെ ഫാമിലിയിലെ പ്രോബ്ലമോ കാരണം അതില് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ജോബിലേക്ക് നമുക്ക് അതിൽ എക്സൽ ചെയ്യാൻ നമ്മൾ ചെയ്ത് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതാണ് സബ്ലിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ശരിയല്ലേ? അല്ല, സബ്ലിമേഷൻ മറ്റേ ഇതല്ലേ, മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതല്ലേ? അത് ഏത് രീതിയിലും വേണം എടുക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് എനിക്ക് മനസ്സിലായ രീതിയിൽ അതിനെ ചെയ്തതാണ്. ത്യാഗം ചെയ്യുന്ന രീതി വരുമ്പോ അതിന് എങ്ങനെയാ പറയുന്നതെന്ന് അറിയില്ല. അത് ജോൺഫി പറയോ? എനിക്ക് ഞാൻ അതെങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. അത് സബ്സ്റ്റിറ്റ്യൂഷൻ, ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ത്യാഗം ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സിനെ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുന്നതാണ് സബ്ലിമേഷൻ കേട്ടോ. മാറിപ്പോയതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാലാണ് സംഭവം. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സിനെ നമ്മൾ പോസിറ്റീവായി കാണാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റിയെടുക്കുന്നതാണ് സബ്ലിമേഷൻ. കറക്റ്റ് അല്ലേ? പറഞ്ഞോളൂ. ഓക്കെ, പിന്നെന്താ? റിപ്രഷൻ, നെഗറ്റീവ്സും ഈ പറഞ്ഞതുപോലെ തന്നെ റിപ്രഷൻ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മാം. റിപ്രഷനില് കൺഫ്യൂഷൻ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ഓർ ആൻസൈറ്റി എന്നുള്ളത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പോക്കുന്നതാണെന്നുള്ള ആ ഒരു എല്ലാം ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അതെ, അബോധം. നമുക്ക് ആ കാര്യം ഓർമ്മിക്കുമ്പോൾ നമുക്ക് വരും, പക്ഷെ എന്നാലും നമ്മൾ ആ കാര്യത്തെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ മൂവ് ഓൺ ചെയ്യുന്നതാണ് റിപ്രഷൻ എന്നുള്ളത്. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രണയങ്ങള് നമുക്ക് ലവ് അഫെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കില് അത് നമ്മൾ ആ സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്കത് നമ്മുടെ മനസ്സിൽ അത് നമ്മൾ കുഴിച്ചുമുട്ടും. നമുക്ക് ഓർമ്മയില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ചിന്തകൾ നമ്മൾ ഏറെക്കുറെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കുഴിച്ചു മൂടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ആശ്വസിക്കുന്നതാണത് ആ ഒരു ഡിഫൻസ് മെക്കാനിസം കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയണം കേട്ടോ. ഓക്കെ, തസ്മിന കണ്ടിന്യൂ ചെയ്തോളൂ. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നതിന് പകരം ഒരു ചൈൽഡിഷ് വേയിലൂടെ അത് പുറത്ത് കാണിക്കുന്നതാണ് റിഗ്രഷൻ. ചിലപ്പോൾ ചില കുട്ടികൾ ബെഡ് വെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതിന് പകരം കരയുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി നെഗറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ കാര്യങ്ങള് നെഗറ്റീവായി കാണാം. എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും പോസിറ്റീവിനെ കൂടി നെഗറ്റീവായ രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് നെഗറ്റിവിസം. അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ നെഗറ്റിവിസം എന്നുള്ള മെക്കാനിസം അവരെടുക്കുന്നത്. അത് മറ്റുള്ളവർക്ക് മോശമാണെങ്കിൽ കൂടി അവർക്ക് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ് അവർ ആ നെഗറ്റിവിസം എന്നുള്ള മെക്കാനിസം യൂസ് ചെയ്യുന്നത്. സിമ്പത്തിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പതീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പതി നേടുക. എന്ത് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നതിന് പകരം ഒരു സിമ്പതി നേടുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും
ആ രീതിയിലേക്ക് ആ ഒരു മെക്കാനിസം യൂസ് ചെയ്തിട്ട് സിമ്പതി പിടിച്ചു പറ്റുക. അതാണ് സിമ്പതി എന്ന് പറയുന്ന മെക്കാനിസം. ഈ വേർഡിൽ തന്നെ ഉണ്ട്, നമുക്ക് മനസ്സിലാവും. സിമ്പതി യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുക എന്നുള്ള രീതിയാണ് സിമ്പതി എന്ന് പറയുന്ന മെക്കാനിസം. അതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭിക്ഷക്കാര് വരാറുണ്ട് നമ്മുടെ അടുത്ത്, അല്ലെ? അപ്പൊ ഒന്നില്ലെങ്കിൽ അവർ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കുള്ളൂ. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമ്മൾക്ക് സിമ്പതി തോന്നും. നമ്മൾ സിമ്പതി തോന്നിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് പൈസ കൊടുക്കുന്നത്. പക്ഷെ പൈസ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഇൻകം കിട്ടുവാണ് കയ്യില്. അപ്പൊ അതിലൂടെ, അതായത് മറ്റുള്ളവരിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റുന്നതിലൂടെ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത്, അല്ലെ? അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതിലൂടെ അവർക്ക് ആഹാരം വാങ്ങിക്കാനായിട്ട് സാധിക്കും, ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൂടെ അവരെ എന്ത് ചെയ്യാണ്, അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. സിമ്പതി എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആശ്വസിപ്പിക്കുന്നതും. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. അതെ, അടുത്തത് വരുന്നത് വിഡ്രോവൽ. ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഫേസ് ചെയ്യാതെ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ടീച്ചേഴ്സ് ഇപ്പോ എന്തെങ്കിലും സ്കോൾഡ് ചെയ്ത് കൂട്ടം കൂടുക, എന്തെങ്കിലും കാര്യങ്ങൾ വഴക്ക് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാതെ ഒന്നുകിൽ സ്കൂൾ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെ അങ്ങനത്തെ രീതിയിൽ ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രീതിയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുക, അതിലേക്ക് എത്താതെ ഇങ്ങനെ വെറുതെ സ്വപ്നം കാണുന്നതാണ് ഫാന്റസി ആൻഡ് ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് വെറുതെ സ്വപ്നം കണ്ട് നമ്മൾ ആശ്വസിക്കാറില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ജീവിതത്തില്. പക്ഷെ നമ്മളിത് ഡേ ഡ്രീം ചെയ്യാറുണ്ട്, ദിവാസ്വപ്നം കാണാറുണ്ട്, അല്ലെ? അപ്പൊ ദിവാസ്വപ്നം കാണുന്നതിലൂടെ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം. ആ ഒരു സ്വപ്നത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മൾ ആ പൊസിഷനിൽ എത്തി, അല്ലെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്തു എന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു, അല്ലെ? ഇങ്ങനെയുള്ള ആശ്വാസങ്ങൾ പലർക്കും ഉണ്ടാവും. അങ്ങനെയാണ് ഓരോരുത്തരും അതിജീവിച്ചു പോകുന്നത്, അവരുടെ ജീവിതത്തിൽ റിക്കവർ ചെയ്ത് പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ ജോലി നേടിയിരിക്കും, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ട്, ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ജോലി കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇന്നേ തുടങ്ങി സ്വപ്നം കാണാനായിട്ട് തുടങ്ങും. ടീച്ചർ ആകുന്നത്, സാരി ഉടുക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത്, രജിസ്റ്ററിൽ ഒപ്പിടുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, സ്വപ്നം കാണും. അപ്പൊ എന്ത് ചെയ്യുവാണ്, നമ്മുടെ മനസ്സിന് അത് ആശ്വാസമാണ്, അതല്ലേ? ആശ്വാസമാണ് കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആൾ എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. സുർമിട ഓക്കെ ആയോ? ശരിയായോ? ശരിയാവണ്ട മാം, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ സുർമി, പറഞ്ഞോളൂ. ഫസ്റ്റ് വൺ കോമ്പൻസേഷൻ. ഞാൻ ടെക്സ്റ്റില് പറയുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയണോളൂ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ആ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊരു മേഖലയിൽ കഴിവ് കണ്ടെത്തി അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾക്ക് പഠിക്കാൻ ഇതിന് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ ആള് സ്പോർട്സിൽ, നമ്മൾ പറഞ്ഞു സ്പോർട്സിലോ അതല്ലെങ്കിൽ ഡാൻസിലോ എന്തെങ്കിലുമൊക്കെ നല്ല കഴിവ് തെളിയിച്ച് ആ രീതിയിൽ ആ കലയിൽ മുന്നേറി വരുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്റെ പ്രവൃത്തിയിൽ എന്റെ സ്വന്തം പ്രവൃത്തിയിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാനത് മര്യാദക്ക് ചെയ്തേനെ, പക്ഷെ എനിക്കിപ്പോ സമയം തികഞ്ഞില്ല, അതല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പോയപ്പോഴും എനിക്ക് ഇതിന്റെ തടസ്സം വന്നത് കൊണ്ടാണ് എനിക്ക് അത്ര പ്രശ്നം വന്നത് എന്ന് നമ്മൾ ഒരു ന്യായീകരണം കണ്ടെത്തും. നമ്മൾ സ്വന്തം പ്രവൃത്തികളിൽ തന്നെ ന്യായീകരണം കണ്ടെത്തുന്ന റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ബിഹേവിയറോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് ആ പരാജയത്തിന്റെ ന്യായീകരണം മറ്റുള്ളവരിലേക്ക് ചാർത്തുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി എക്സാമിന് തോറ്റു കഴിഞ്ഞാൽ പറയും ടീച്ചർ നന്നായി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും, അതല്ലെങ്കിൽ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ ആ വാശിക്ക് പഠിക്കാതിരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞ് സ്വന്തം ബിഹേവിയറിനെ തന്നെ ന്യായീകരിക്കുന്നതിനെയാണ് മറ്റുള്ളവരിലേക്ക് ചാർത്തി പറയുന്നത്. സ്വന്തത്തിനെ അല്ല പറയുന്നത്, മറ്റുള്ളവരിലേക്ക് ചാർത്തി പറയുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്ത് സക്സസ് ആകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, എക്സാമ്പിൾ അന്ന് ടീച്ചർ പറഞ്ഞിരുന്നു, ഇന്ത്യ ജയിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരൊക്കെ വിൻ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കളിക്കാൻ ഇറങ്ങായിരുന്നു, പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതൊന്നും ചെയ്തില്ല, പകരം ആരൊക്കെയോ കളിച്ച് ജയിച്ചപ്പോൾ നമ്മൾ സന്തോഷിച്ചു. പിന്നെ നമ്മുടെ കസിൻസോ ആരെങ്കിലുമൊക്കെ നല്ലൊരു കാറ് വാങ്ങിച്ചപ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുക.
നമ്മുടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നേടുമ്പോ ഇപ്പൊ നമ്മൾ പഠിച്ച സ്കൂളിൽ മുന്നേ പഠിച്ച സ്കൂളിൽ ഇന്ന ആൾ ഇന്നൊക്കെ നേടി ആ സ്കൂളിൽ ഇന്ന കലാതിലകം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും. നമുക്ക് അത് ചെയ്യാനൊന്നും പറ്റിയില്ല, എന്നാലും മറ്റുള്ളവർ ചെയ്തതിൽ സന്തോഷം വയ്ക്കുന്നതിനാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചു. അതൊന്നും ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതിൽ കുട്ടികൾക്ക്, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ പറയാറുണ്ട് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ജോലിക്ക് പോകാൻ ആഗ്രഹം, പക്ഷെ അതൊന്നും ഞാൻ കുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയാറുണ്ട്. അതിന് വിധി, ത്യാഗം എന്നൊക്കെ പറയും. അതിന് അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹങ്ങൾ മാറ്റി വെക്കുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു കുറവുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ നമ്മൾ മറ്റൊന്നിലേക്ക് ആശ്രയിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞത് കുട്ടികളില്ലാത്ത കപ്പിൾസ് അനാഥാലയങ്ങളിലൊക്കെ പോയിട്ട് അവരെ ഫുഡ് കൊടുക്കുക, അവർക്ക് ഡ്രസ്സ് വാങ്ങി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് ആ വിഷമം അവർ മറക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. പിന്നെ റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് മെക്കാനിസം ആണ്. നമുക്ക് ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം നമ്മൾ ഉൾമനസ്സിൽ അടക്കി വെക്കുന്നതിനാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. പലർക്കും എന്തെങ്കിലും ഇപ്പോ ചൈൽഡ് ചെറിയ പ്രായത്തിലേക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ സെക്സ്വൽ ഹരാസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് മനഃപൂർവ്വം തന്നെ അത് ഉൾമനസ്സിൽ അങ്ങനെ അടക്കി വെക്കും, ആരോട് പറയാതെ. ഞാനത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, ഒരാൾ പറഞ്ഞാൽ തന്നെ അത് ഓരോ ഓർമ്മിപ്പിക്കൽ അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിൽ അടക്കി വെക്കുന്നതിനെയാണ് നമ്മൾ റിപ്രഷൻ. നമ്മള് നാഗവല്ലിയുടെ കാര്യമൊക്കെ അതിലാണ് പറഞ്ഞത്, മിസ് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളത് ചൈൽഡിഷ് ആയിട്ട് അതിന് പെരുമാറുക. ചില മുതിർന്ന ആളുകളായ പോലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കുട്ടികളെ പോലെ പൊട്ടിത്തെറിക്കും, വലിയ ആളുകളായ പോലും കുട്ടികളെ പോലെ പൊട്ടിത്തെറിക്കും, ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ചിലര് കടകളിൽ ഇപ്പൊ മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയസിലൊക്കെ ക്യൂട്ട്നെസ് വാരി വിതറുക എന്ന് പറയും. ഈ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറുക ഈ റിഗ്രഷന്റെ ഒരു ഇതാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെറുതെ കുട്ടികളെ പോയി, സുറുമി പോയോ? നെറ്റ് പോയി. നല്ല രസമായിട്ട് വന്നായിരുന്നു. സുറുമി താങ്ക് യു മാം. മനസ്സിലായോ ഷിജിനാസിന്? മനസ്സിലായി മാം. ഷിജിനാസ് പറഞ്ഞെന്തായാലും നന്നായി, എല്ലാരും കൂടെ പറയിപ്പിക്കാനായല്ലോ എക്സാം ആയതുകൊണ്ട്. താങ്ക് യു താങ്ക് യു. പാഠം പഠിച്ചു കഴിഞ്ഞു. കട്ടായി പോയ സോഷ്യൽ മീഡിയ കുറ്റം പറഞ്ഞില്ല, കട്ടായി പോയതായിരുന്നു. കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പൊ അതാണ് റിഗ്രഷൻ. ചില കുട്ടികൾ എന്തെങ്കിലും വരുമ്പോ നഖം കടിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ പോലെ ബെഡിൽ മൂത്രം ഒഴിക്കുക, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അനുമോളുടെ കാര്യമൊക്കെ അന്നാണ് പറഞ്ഞത്, അനുമോള് വാവയോട് സംസാരിക്കുന്നത്, അതൊക്കെ റിഗ്രഷന്റെ ഒരു ഇതിലാണ് എന്ന് പറഞ്ഞത്. പിന്നെ നെഗറ്റീവിസം. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നാണ്, പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഒരുപാട് എഴുതാനുണ്ടാവും, അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് കൈവേദന, നാളേക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞ് ആ കാര്യം ചെയ്യാതിരിക്കുന്നതിനാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. റിസ്കി ഉള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ മനസ്സില്ല, അതുകൊണ്ട് അതിനെ നെഗറ്റീവ് പറഞ്ഞത് ഒഴിവാക്കി കളയും. അതിനെയാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൽ ബാഫ്ലിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അമ്പരിപ്പിക്കുന്ന അവസരങ്ങള്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നെഗറ്റീവ് പറഞ്ഞ് തള്ളിക്കളയും. ചിലരൊരു റിസ്കി ആയിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്, എനിക്ക് എന്ത് ചെയ്യാതൊന്നും ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല, ഉള്ളത് പോകുന്ന പറഞ്ഞ് നെഗറ്റീവ് പഠിപ്പിച്ച് മറ്റുള്ളവർ നമ്മൾ നെഗറ്റീവ് പഠിപ്പിക്കും. അതിലേക്ക് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ, ഞാനിപ്പോ ഒരുപാട് ദൂരം നടന്ന് മല കയറി, ഇപ്പൊ ചിലര് ജിമ്മിൽ പോണവരും പറയും, ജിമ്മിലൊക്കെ പോകുമ്പോ അത് പിന്നീട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് അടിച്ച് അത് ചെയ്യാതിരിക്കുന്ന നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോഴും ഉള്ള കാര്യം നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് സിമ്പതിസം. സിമ്പതിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമുള്ള ആള് ആ പ്രശ്നം പരിഹരിക്കാൻ നിൽക്കാതെ അത് വെച്ച് മുതലെടുക്കുന്നതിനാണ് സിമ്പതിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കൈയില്ലാത്ത ഒരാളാണെങ്കിൽ ഈ കൈയില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ സിമ്പതി പ്രകടിപ്പിച്ച് അതിൽ നിന്ന് അവരെന്തെങ്കിലും നേടിയെടുക്കുന്നതാണ് സിമ്പതിസം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ചില ആളുകൾ വെള്ളപ്പൊക്കം വന്ന് വീട് പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ വരും, അപ്പൊ അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളെ, ചിലരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞ് മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കില്ല, എന്നാ പരിഹരിക്കാൻ ശ്രമിക്കാതെ അത് വെച്ച് മുതലെടുക്കുന്നതിനാണ് സിമ്പതിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിഡ്രോവൽ. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ഉൾവലിയുക. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ ഫാമിലി തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പേരൻസിനോ ഒരു സഹോദരനൊക്കെ വരാണെങ്കിൽ ചില സഹോദരന്മാർ എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, എനിക്ക് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉൾവലിയിൽ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ വേറെ എല്ലാം നോക്കിക്കോളും, പക്ഷെ എന്നെ കൂടെ അതിനൊന്നും പറ്റൂല, എനിക്കതൊന്നും സമയവും ഇല്ല, എനിക്ക് പറ്റുമോ ഇല്ലെങ്കിൽ കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്തിൽ നിന്നും ഉൾവലി നിൽക്കുന്നതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്.
പിന്നെ ഫാന്റസി ഒരു ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിക്കുന്നത് ഉദ്ദേശിച്ചാൽ മതി. ഞാനൊക്കെ സ്വപ്നം കാണാൻ ലോട്ടറി അടിക്കുകയാണെങ്കിൽ എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, വീടിന്റെ ജോലിയൊക്കെ തീർക്കണം, ആ ആൾക്ക് അത് ചെയ്തു കൊടുക്കണം, ഈ ആൾക്ക് ഇത് ചെയ്തു കൊടുക്കണം, അങ്ങനെ മനസ്സിൽ ഇങ്ങനെ മനക്കോട്ട കെട്ടും. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ മനക്കോട്ട കെട്ടി 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 ഇങ്ങനെ പോകും. അതൊക്കെയാണ് ഫാന്റസി ഓർ ഡേ ഡ്രീം. ശരിക്കും സംഭവിക്കാൻ പോണ പോലും ഇല്ല, എന്നാലും അത് സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാറുന്നല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ സന്തോഷം കൊണ്ടുവരുന്നതിനാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അത് മുഴുവൻ വിഡ്രോവൽ ആണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലാത്ത പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ഫാന്റസി കൂടെ ഇങ്ങനെ, നമ്മളിപ്പോ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ പറഞ്ഞതുപോലെ നടക്കാത്ത കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. നമ്മുടെ പല പ്രശ്നങ്ങളും അപ്പൊ നമുക്ക് കാര്യം പ്രശ്നം സോൾവ് ആയില്ലെങ്കിലും നമുക്ക് ചെറിയ സന്തോഷം കിട്ടും കുറച്ചു നേരത്തേക്കെങ്കിലും. അതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ മാം. മുട്ടക്കാരന്റെ കഥ ഓർമ്മിച്ചാ മതി. ഫാന്റസി മുട്ടക്കാരന്റെ ഒരു കഥയില്ലേ, 10 മുട്ട വിൽക്കാൻ പോയപ്പോ മുട്ട ഇങ്ങനെ ഒരു മരച്ചോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ മുട്ട വിരിയുന്നതും അതിൽ കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, വീണ്ടും മുട്ട കിട്ടുന്നതും, പിന്നെ അത് കഴിഞ്ഞ് വലിയ വീട് വെക്കുന്നത്, ലാസ്റ്റ് അത് എണീക്കുമ്പോ ആ മുട്ട താഴെ വീണ് ഫുള്ള് മുട്ടയും പൊട്ടിപ്പോകും, ഒന്നും ഉണ്ടാവില്ല. അതാണ് ഫാന്റസി ആൻഡ് ഡേ. ഓക്കെ. ഇനി ആരാണ്? ജോഫിയാണോ? ജോഫി. മാം ഞാൻ പറയാം. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്തുന്നു. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്ന് സംഭവിക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന് നമ്മൾ ഒരു യുക്തിപരമായ കാരണം കണ്ടെത്തുന്നത്. പിന്നെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവ് സമ്മതിക്കാതെ അത് മറ്റുള്ളവരിലേക്ക് ചാർത്തുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത്. ഇത് എന്റെ വിധിയാണ് എന്ന് വെച്ചിട്ട് നമുക്കിപ്പം അതിപ്പോ എക്സാമ്പിൾ ആയിട്ട് എന്റെ പപ്പ ആയാലും നല്ലോണം പഠിക്കുമായിരുന്നു, പക്ഷേ അനിയന് വേണ്ടി പിന്നെ ജോലിക്ക് പോയി അനിയനെ പഠിപ്പിച്ച് അതിന്റെ ഒരു ഇതായിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചേക്കുവാ. പിന്നെ സപ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിനെ ആശ്രയിക്കുന്നു. കുട്ടിയില്ലാത്ത ദമ്പതികളെ മറ്റ് അനാഥാലയത്തിൽ പോയി കുട്ടിയെടുക്കുന്ന ആ ഒരിത്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടുന്നത്. ഞാന് ഇങ്ങനെ എക്സാമിന് വേണ്ടി പഠിച്ചു വെച്ച ഒരു ഇത് വെച്ച് പറയുവാണേ. പിന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുണ്ട്, പക്ഷെ ഇളയ കുട്ടി ഉണ്ടാകുമ്പോൾ സ്നേഹം ഇളയ കുട്ടിയോട് ചെല്ലുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ വീട് അപ്പുവിന്റെ വീട്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാലും നെഗറ്റീവായി പറയുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാര്. പിന്നെ സിമ്പതിസം എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റ് മറയ്ക്കുന്നതിന് സിമ്പതിയായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ അത് വഴക്ക് പറയുന്നതിന് മുമ്പേ അവർ ചെയ്തത് തെറ്റാണെന്ന് അറിയാം, അത് നമ്മൾ ചോദിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ കരഞ്ഞു കാണിക്കുന്നത്, അതാണ് സിമ്പതിസം. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത്. ഇപ്പം ഒരു വീട്ടിൽ മരിച്ച ഒരാളെ കാണാൻ നമുക്ക് പോകണം, പക്ഷെ അത് പോകാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സ്വപ്നം കണ്ടിട്ട് ഇപ്പം അത് പറ്റാത്തത്, ഇപ്പൊ ടൂറിന് പോകാൻ പോകും സ്വപ്നം കാണുന്നു, പക്ഷെ അത് നടക്കത്തില്ല, ആ ഒരു അവസ്ഥ. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ മാം. പറഞ്ഞോളൂ. എല്ലാതൊന്നും പറയണില്ല, ഇപ്പൊ എല്ലാരും പറഞ്ഞില്ലേ, ഞാൻ ചിലത് മാത്രം പറയണുള്ളൂ. ഇതില് സബ്ലിമേഷൻ എന്ന് പറഞ്ഞത് ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അതില് സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം ഒരു ആക്രമണ സ്വഭാവമുള്ള ഒരാളാണ്, അപ്പൊ അത് സോഷ്യലി ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് നമ്മള് അക്സെപ്റ്റബിൾ ആയിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അത് വേറൊരു മാർഗത്തിലൂടെ അത് നമുക്ക് കായികപരമായിട്ടോ അല്ലെങ്കിൽ ആർട്സിലൂടെയൊക്കെ നമ്മള് അതിലൊരു കഴിവ് തെളിയിക്കുക, അങ്ങനെയാണത്. ഞാന് ഗൂഗിളിൽ നോക്കിയപ്പോ അങ്ങനെ കണ്ടത്.
ഗൂഗിളിൽ നോക്കിയോ? അതല്ലേ ഇതിപ്പോ നന്നായിട്ട് ഇടിക്കാനോ അക്രമ സ്വഭാവമുള്ളവർക്ക് ഒരു ബോക്സിംഗിലേക്ക് പോകുന്നില്ലേ, അതൊരു സബ്ലിമേഷനിൽ പെട്ടതല്ലേ? അതെ അതെ അതെ, അതുപോലെ തന്നെയായിരിക്കും സഫീദ പറഞ്ഞത്. ശരി. ഇതിൽ എഴുതിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് വിച്ച് അവർ അൺഅക്സെപ്റ്റബിൾ ഡിസയർ ആർ ആക്ടിവിറ്റീസ് ആർ റീഡയറക്റ്റഡ് ഇൻ ടു സോഷ്യലി ഡിസയറബിൾ ചാനൽസ് എന്നല്ല. സോഷ്യലി നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മേഖലയിലൂടെ നമ്മൾ അത് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ട് സ്വയം ആശ്വസിക്കുക. നമ്മളൊന്നും ആയില്ലെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ, എല്ലാം നേടുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് സ്വയം ആശ്വസിക്കുക. അതുപോലെ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചൈൽഡിഷ് ആയിട്ട് എപ്പോഴും പെരുമാറുക. കുട്ടികളെ പോലെ ബെഡിൽ മൂത്രമൊഴിക്കുക, വിരല് കുടിക്കുക. അതുപോലെ നമ്മളെ താഴെ ഒരു ചെറിയ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അതിന്റെ മേലെയുള്ള കുട്ടിയും തനിക്ക് അങ്ങനെ കിട്ടണം എന്ന് കരുതിയിട്ട് താഴെയുള്ള കുട്ടിയുടെ പോലെയൊക്കെ ബിഹേവ് ചെയ്യുക. അതുപോലെ നെഗറ്റീവ്സം, നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ആരെന്ത് പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് എടുക്കുക, എന്നിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുക, നിരാശപ്പെടുത്തുക. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് പറയാം. അതുപോലെ സിമ്പതിസം, നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതിനെ സിമ്പതി പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വിത്ഡ്രോവല്, പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, കൂടുതൽ പ്രോബ്ലംസിലേക്കൊന്നും പോവാതെ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്, നമ്മൾക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഡേ ഡ്രീം ചെയ്തിട്ട് ഇങ്ങനെ ആശ്വസിക്കുക. എന്തെങ്കിലുമൊക്കെ അത് നടക്കും, എന്തെങ്കിലുമൊക്കെ അത് നടക്കുമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ മനക്കോട്ട കെട്ടിയിട്ട് ഇരിക്കുക. അപ്പൊ നമ്മളെ ശരീരത്തിന് സ്വയം ഒരു ആശ്വാസം കണ്ടെത്തും. അതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്. ഓക്കെ, അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? മതിയല്ലോ, ഇനി പറയാൻ. All friends, all teachers, thank you. അപ്പൊ നമുക്ക് നേരെ സ്കൂൾ മാനേജ്മെന്റിലോട്ട് പോവാട്ടോ. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പഠിക്കുന്നത് കേട്ടോ. സ്കൂൾ ഓർഗനൈസേഷൻ ആണ്. വായിച്ചായിരുന്നോ നേരത്തെ? ഫസ്റ്റ് പേജ് റീഡ് ചെയ്തായിരുന്നോ? ഇല്ല അല്ലെ? വായിച്ചായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ സുറുമി പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ഫസ്റ്റ് 2 പാരഗ്രാഫ് കൊടുത്തിട്ടില്ലേ ചെറുത്? Okay, ma'am. In the present condition, the standard teachers are alleged to be graduate, so the management awaits them to do office work also. Moreover, the KG teachers are tightly engaged in the class itself. They have to attend to the students comprehensively. Generally, they move less from the school hours, whereas the standard teachers are changing themselves according to the subjects and have recreation period also. So they should have to take part in the management. The work of managing the school can be classified on the following grounds. Points വായിക്കണം മാം? വായിച്ചോളൂ. പോയിന്റ്സ് വായിക്കണ്ട, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി പാരഗ്രാഫ്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ പ്രസന്റ്, ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കും, ഇപ്പോഴത്തെ സാധാരണ നിലയിൽ സ്റ്റാൻഡേർഡ്സ് 1 മുതലല്ല സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. 1ാം ക്ലാസ് മുതല് 1ാം ക്ലാസ് മുതലുള്ള ടീച്ചേഴ്സിന് അവർ മിക്കവരും ഗ്രാജുവേറ്റഡ് ആയിരിക്കും, ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും, ഗ്രാജുവേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മാനേജ്മെന്റ് അവരുടെ ഓഫീസ് വർക്കും കൂടി ചെയ്യാനായിട്ട് നിർബന്ധിക്കും. അങ്ങനെ ഓഫീസ് വർക്ക് കൂടി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അവർക്ക്. പക്ഷേ KG ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർ എല്ലാ സമയവും അവരുടെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ടൈറ്റ് എൻഗേജ്ഡ് ആയിരിക്കും. അവർക്ക് വേറെ ഒന്നില്ലെങ്കിൽ തിരിയാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സബ്ജക്റ്റിന്റെ കഴിഞ്ഞിട്ട് അവർക്ക് റീക്രിയേഷൻ പീരീഡ് ഉണ്ടാവും. അവർക്ക് കുറച്ച് പീരീഡ് വേറെ ഉണ്ടാവും. ആ പീരീഡിന്റെ സമയത്ത് അവരുടെ സ്കൂൾ മാനേജ്മെന്റിൽ അവർക്ക് നോക്കേണ്ടി വരും. അങ്ങനെ അതായത് ഇപ്പോ സ്കൂളിലെ കാര്യങ്ങള്, പീരീഡ്സ്, പിന്നെ ആർട്സ് ഫെസ്റ്റുകള് കാര്യങ്ങള്, പിന്നെ സ്കൂളിലെ പല പല കാര്യങ്ങളും ഈ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിനാണ് അത് നോക്കേണ്ട ചുമതലകൾ കൂടുതൽ പറയാറ്. കാരണം KG ടീച്ചേഴ്സിന് സമയം ഉണ്ടാവില്ല, കുട്ടികളുടെ കാര്യമായിട്ട് സമയം ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് ഈ ചുമതലകളൊക്കെ നിർവഹിക്കേണ്ടി വരാറുള്ളത്.
ആ പോയിന്റുകളൊക്കെയാണ് താഴെ കൊടുത്തേക്കുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റ് വരും. അതായത് ഈ ടീച്ചേഴ്സാണ് KGയിലെ വരെ ക്ലാസ് റൂമുകൾ മാനേജ്മെന്റ്. അങ്ങനെ പിള്ളേരുടെ സ്കൂളൊക്കെ അങ്ങനെയാണ്. ഒന്നിലെ ടീച്ചറാണ് ഒരു KGയിലെ ഒരു ഹെഡ് ടീച്ചറാണ്. ആ ടീച്ചറാണ് KGയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസ്, സ്കൂളിലെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പിന്നെ ഓഫീസ് മെയിന്റനൻസ്, പിന്നെ ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗൻഡസ്, അതെനിക്കറിയില്ല. പിന്നെ ഡിസിപ്ലിൻ മെയിന്റനൻസ്, ഡിസിപ്ലിൻ സ്കൂളിലെ അച്ചടക്കപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാർട്ട് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, സ്കൂളിലെ ഓരോ ഫംഗ്ഷൻസും കാര്യങ്ങളും മീറ്റിങ്ങിലൊക്കെ നടക്കുന്നതിനൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, പേരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, സ്കൂളിലെ സാമ്പത്തിക നിലകളൊക്കെ അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ സ്റ്റാൻഡേർഡ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ചുമതലകളാണ്. അപ്പോ സർവേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രസന്റ് കണ്ടീഷനിൽ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ ടീച്ചേഴ്സും ഓൾമോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് അല്ലെ? മെജോറിറ്റി ടീച്ചേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലേ? കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള അധികം ആളുകൾ നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്തുണ്ട്? ഡിഗ്രി ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫീസ് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് ആര് വെയിറ്റ് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരെ എന്ത് ചെയ്യാം? ഓഫീസ് വർക്കുകൾ മുതലായിട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ KG ടീച്ചേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് അവർക്ക് കുറച്ചും കൂടി അവർ ടൈറ്റ് ആണ് ക്ലാസ്സിൽ അല്ലെ? അവര് സ്കൂൾ അവറിനേക്കാളും കൂടുതൽ സമയം എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റ് കുട്ടിയും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആർക്ക് പോരാനായിട്ട് സാധിക്കുക? KG ടീച്ചറിന് പോരാനായിട്ട് സാധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലാസ്റ്റത്തെ കുട്ടി അല്ലെങ്കിൽ ലാസ്റ്റത്തെ വണ്ടിയും പോയി കഴിഞ്ഞിട്ട് മാത്രമേ KG ടീച്ചറിന് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന്റെ അവസ്ഥ അങ്ങനെയല്ല. അവർക്ക് കുട്ടികളോടൊപ്പം തന്നെ പുറത്തേക്ക് പോകും അല്ലെ? ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന, UP സെഷനിൽ പഠിപ്പിക്കുന്ന അല്ലെ, ചെറിയ കുട്ടികളിലുള്ളത് അല്ലെങ്കിൽ LP സെഷൻ അല്ലെങ്കിൽ KG സെഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടീച്ചേഴ്സിന്. അവരുടെ ഓരോ കുട്ടിയുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോകാനായിട്ട് സാധിക്കുക. പക്ഷെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവർക്ക് സ്കൂൾ ബെല്ലടിക്കുന്ന സമയത്ത് കുട്ടികളോടൊപ്പം തന്നെ പുറത്തേക്ക് പോകാവുന്നതാണ്. മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആണോ? സ്കൂൾ അവറിനേക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? KG ടീച്ചേഴ്സ് ആണ് കേട്ടോ. അവർക്ക് അത് മാത്രമല്ല വേറെയും പല ഉത്തരവാദിത്തങ്ങളുണ്ട്. നേരത്തെ വരേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട് വരും. വലിയ കുട്ടികളാണെങ്കിൽ നമുക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ കഴിക്കുന്ന സമയത്ത് തന്നെ ടീച്ചേഴ്സിന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. പക്ഷെ KG ടീച്ചേഴ്സിന്റെ അവസ്ഥ അങ്ങനെയല്ല. കുട്ടികൾ ഓരോ കാര്യവും അവരുടെ ഭക്ഷണത്തിന്റെ ഫുഡിന്റെ സമയത്ത് അവർക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും പാത്രം പോലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുക. പിന്നെ അവരെ കൈ കഴിയിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? KG ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. തിരിച്ചെടുത്ത് വെച്ചിട്ട് നിൽക്കണം. പാത്രം, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിലൊക്കെ മിക്കവരുടെ ക്ലാസ് തന്നെ ഇരിക്കുകയായിരിക്കും. ടീച്ചേഴ്സ് എല്ലാം ചെക്ക് ചെയ്യണം. ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ടീച്ചറിന്റെ കടമയാണ്. അതെ അതെ അതെ, ഓക്കെ. പിന്നെ തിരിച്ചു പോകുന്നത്, വൈകിട്ട് തിരിച്ചു പോകുന്നതും ലാസ്റ്റത്തെ കുട്ടി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് തിരിച്ചു വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കുക. ഓക്കെ, പിന്നെ അപ്പൊ എല്ലാം കൂടുതലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എല്ലാ ടീച്ചേഴ്സിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ KG ടീച്ചേഴ്സിന് പ്രത്യേകം ചുമതലകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാനേജ്മെന്റ് കുട്ടികളെ നോക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ലെഷർ ടൈമും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. ഫ്രീ പീരീഡും കാര്യങ്ങളൊക്കെ കിട്ടും. ആ സമയത്ത് അവർക്ക് ഓഫീസ് വർക്കുകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഓഫീസ് വർക്കുകൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മള് KG ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലെ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നേ? തീർത്തും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങള്. പക്ഷെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടി റെഫറൻസ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്
പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കുറച്ചും കൂടി ഉയർന്ന ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി നമ്മൾ വർക്ക് ചെയ്താലാണ് നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സബ്ജക്റ്റിനനുസരിച്ച് പോയിട്ട് ക്ലാസ് എടുത്താൽ മതി അല്ലെ. അവർക്ക് എപ്പോഴാണോ പീരീഡ് വരുന്നത്, ഇപ്പൊ 10:30 ഒരു പീരീഡ് ഉണ്ടെങ്കിൽ ആ 10:30 തുടങ്ങി 11:15 വരെ ആ ഒരു 3/4 മണിക്കൂർ എന്ത് ചെയ്താൽ മതി, ആ ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്താൽ മതി. പക്ഷെ KG ടീച്ചേഴ്സിന് അങ്ങനെയല്ല. ആ മൊത്തം ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? KG ടീച്ചറാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും KG ടീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടിലും അതിൻ്റെതായത് ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, അത് ടീച്ചിങ് ഫീൽഡ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഹൈസ്കൂൾ നല്ലതാണ്, ഹയർ സെക്കൻഡറി നല്ലതാണ്, KG ചീത്തയാണ്, അങ്ങനെ ഒന്നുമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളുടെ പ്രൊഫഷൻ അതാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മുടെ എന്താ പറയാ, സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്, രണ്ട് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, പിന്നെ ഒന്ന് ഓഫീസ് മെയിൻ്റനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്, ഡിസിപ്ലിൻ മെയിൻ്റനൻസ്, പാർട്ടി ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇത്രയുമാണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. എന്തായിരിക്കും ക്ലാസ് റൂം മാനേജ്മെന്റ്? കുട്ടികൾക്ക് ഇരിക്കുന്ന രീതിയും അതുപോലെ അറ്റൻഡൻസ് വിളിക്കുക, അതുപോലെ അതൊക്കെ ആവും. അതൊക്കെയാണോ? ടൈം ടേബിൾ വരുന്ന മൊത്തം എല്ലാ കാര്യങ്ങളെയും കൂടി മാനേജ് ചെയ്യുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ക്ലാസ് റൂമിലെ മൊത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അല്ലേ? ഓരോ ടൈമിലും ഇതെല്ലാം പീരീഡാണ് എടുക്കേണ്ടത്, എന്തൊക്കെ കുട്ടികളെ ഏത് സമയത്താണ് കളിക്കേണ്ടത്, അതുപോലെ ഫുഡ് കഴിക്കേണ്ടത്, സ്നാക്ക് കഴിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. ക്ലാസ് റൂം മാനേജ്മെന്റിൽ അല്ലേ? ഓക്കെ, പിന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണത്. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ക്ലാസ് ഓക്കെ ആണോ അല്ലെ, ക്ലാസ് നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? അതെ, വല്ല ഹോൾസോ കാര്യങ്ങളോ ഉണ്ടോ അതെല്ലാം നോക്കണം. കാരണം ഇഴജന്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം അതിന്റെ ഉള്ളിൽ പോയി. ഒരു വയനാട് ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ, ഒരു കുഞ്ഞുകുട്ടീനെ പാമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ ഹോൾസ്, ക്ലാസ് റൂമിലെ ബെഞ്ചിന്റെ അടിയിലെ ഹോളിൽ നിന്നാണ് ആ പാമ്പ് കുട്ടിയെ കടിച്ചത്. അതുപോലെ ഹോളും കാര്യങ്ങളൊന്നും ക്ലാസ് റൂമിൽ ഉണ്ടാവാൻ പാടില്ല. അത് കൂടുതലായിട്ട് പൊടികൾ ഉണ്ടാവാൻ പാടില്ല. അത് അലർജിക് പ്രോബ്ലംസ് ഉണ്ടാവും കുട്ടികളിൽ. അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ നീറ്റ് ആണോ, അതൊക്കെ ലീവുള്ള സമയത്ത്, അതായത് മെയ് സമയമാകുമ്പോഴത്തേക്ക് ഓരോ ടീച്ചേഴ്സും വന്ന് ക്ലാസ് റൂമിലെ ബെഞ്ചസും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ കൂടുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അക്കാഡമിക് ഇയർ ആകുമ്പോഴത്തേക്ക് ക്ലാസ്സിനെ റെഡി ആക്കുക എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അതെ, അപ്പൊ അതായത് കുട്ടികള് എന്താ പറയാ, ക്ലാസ് ഒക്കെ എന്താണ് നല്ല നീറ്റ് ആണോ അല്ലെങ്കിൽ ക്ലീൻ ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ കുട്ടികള് എന്താ പറയാ, ബുക്കുകളൊക്കെ നല്ല രീതിയിലാണോ ഒതുക്കി വെക്കുന്നത്, ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ, അതും ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ നീറ്റ്നെസ് വേണം, അതായത് ശുചിത്വം ഉള്ളവരായിരിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് വരുന്നതാണ് സീറ്റിംഗ്. സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പൊസിഷൻ കറക്റ്റ് ആണോ, കുട്ടികൾ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ, അങ്ങനെയാണ് കുട്ടികളെ ഇരുത്തുന്നത് സ്കൂളുകളില്, ക്ലാസ് റൂമുകളില്. ഇരുത്താറുണ്ട്, അതുപോലെ എഴുതുന്ന സമയത്തൊക്കെ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഇരുത്താറുണ്ട്. അതായത് ടീച്ചർ ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട കാര്യം സീറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ വരുമ്പോഴും പഠിപ്പിക്കാനല്ല നോക്കേണ്ടത്, ബുക്ക് എടുത്തല്ല, കുട്ടികൾ ഇരിക്കുന്ന പൊസിഷൻ ഒക്കെ കറക്റ്റ് ആണോ, എല്ലാവർക്കും വ്യക്തമായിട്ട് ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ, ടീച്ചർ പഠിപ്പിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ,
പിന്നെ ചില കുഞ്ഞുങ്ങൾ ഇപ്പോ റൊട്ടേഷൻ ആണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മുമ്പൊക്കെ ആയിരുന്നു ഏറ്റവും പൊക്കം ഹൈറ്റ് കുറവുള്ള കുട്ടികള് ഫ്രണ്ട് ബെഞ്ചിലായിട്ടും ഹൈറ്റ് കൂടുതലുള്ള കുട്ടികള് ബാക്ക് ബെഞ്ചിലായിട്ടായിരുന്നു ഇരുത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും റൊട്ടേഷൻ ആണ്, എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ മാറ്റുന്നത്. അപ്പോ ഏറ്റവും ബാക്കിലിരുന്ന കുട്ടികളായാൽ പോലും അവർക്കൊരു ചാൻസ് കൊടുക്കുകയാണ് ഫ്രണ്ട് ബെഞ്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ സീറ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ അതുപോലെ അവരുടെ പോസ്റ്ററുകൾ കറക്റ്റ് ആണോ, നിവർന്നിട്ടാണോ ഇരിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ നമുക്കറിയാം കൂനിക്കൂടിയായിരിക്കും ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് എന്താ പറയാ, കഴുത്തിനും അതുപോലെ തന്നെ ഷോൾഡറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ തുടങ്ങും. അപ്പൊ നിവർന്നിരിക്കാനായിട്ട് മിക്കവാറും ടീച്ചേഴ്സ് ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ബലപ്പെട്ടവരാണ്, അല്ലെ? അപ്പൊ അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വാല്യൂ ഉള്ളതാണ്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളോട് നിവർന്നിരിക്കാനായിട്ട് പറയാം. അവരുടെ പോസ്റ്റർ കറക്റ്റ് ആക്കി സീറ്റിംഗിൽ നിവർന്നിരിക്കാനായിട്ട് ആദ്യം തന്നെ പറയുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഒരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഡിസിപ്ലിൻ ആണ്. കുട്ടികളെ അടക്കിയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, സൈലന്റ് ആയിട്ട് നിശബ്ദരായിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കണം. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു ചാപ്റ്റർ എടുക്കാനായിട്ട് പോവാണ്, ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമുക്കറിയാം അടങ്ങിയിരിക്കില്ല അവര്, അല്ലെ? ഏത് സമയവും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ കാഴ്ചയിലോട്ട് അവരുടെ ശ്രദ്ധ പോകും. പഠിപ്പിക്കുന്നതിലായിരിക്കില്ല ശ്രദ്ധ, മറ്റു ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ അവിടെ എന്താണോ നടക്കുന്നത്, അവൻ എന്താണോ ചെയ്യുന്നത്, അതായിരിക്കും കുട്ടികൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ കുട്ടികളെ എന്താ ബോയ്സ് ഒട്ടുമടങ്ങിയിരിക്കില്ലല്ലോ. ഒട്ടുമടങ്ങിയിരിക്കില്ല, ഭയങ്കരമായിട്ട് കലപില. KG പിള്ളേരാണെങ്കിൽ നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല, ഭയങ്കരമായിട്ട് കലപില. അവരുടെ പ്രായം അതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എങ്ങനെയെങ്കിലും, അതായത് നമ്മൾ പലതരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ച് അവരെ അടക്കിയിരുത്തണം. പാട്ടുകളിലൂടെയും കഥകളിലൂടെയും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പലതരത്തിലുള്ള ട്രിക്കുകൾ അതിനു വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഡിസിപ്ലിൻ. അപ്പൊ ഡിസിപ്ലിൻ ആയിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക. നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓരോ കുട്ടികളെയും നമ്മള് പ്രത്യേകമാണ് കാണുന്നത്. ഓക്കെ, ഓവറോൾ ശ്രദ്ധിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഓരോ കുട്ടികളെയും നമ്മൾ അറ്റൻഷൻ കൊടുത്ത് ആ കുട്ടിയുടെ കഴിവുകൾ എന്താണ്, ആ കുട്ടിയുടെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവരെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക. പിന്നെ എന്താ പറയാ, അടുത്തത് ഗ്രൂപ്പ് വർക്ക് ആണ് കേട്ടോ. ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞാല് ഓരോ കുട്ടികളെയും ഗ്രൂപ്പായിട്ട് തിരിച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുക. ഓക്കെ, അവരെ കൂടുതൽ എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എന്താ പറയാ, കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളെ കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഗ്രൂപ്പ് വർക്ക് ആയിട്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് അറ്റൻഷൻ കിട്ടുന്നതായിട്ട് കാണാം, കുറച്ചുകൂടി അവർ കോർഡിനേഷനിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം, ആ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോ എന്ത് ചെയ്യാ, ഗ്രൂപ്പ് വർക്ക് കുട്ടികൾക്ക്, അതായത് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് വർക്കുകൾ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലീൻ ആൻഡ് നീറ്റ്. ക്ലാസ് റൂം എന്ന് പറയുന്നത് നല്ല നീറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ ഇപ്പൊ അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ചെയ്തിട്ടൊക്കെ ഇല്ലെങ്കിൽ അവരോട് പറയാം ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടും അത് റബ്ബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മായ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ടീച്ചർ വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ക്ലാസ്സിന്റെ നീറ്റ്നെസിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ജോലി, അതായത് നമ്മൾ എന്തെങ്കിലും ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മായ്ച്ചു കളയുക. അതും നമ്മുടെ ഡ്യൂട്ടിയിൽ പെടുന്ന ഒന്നാണ്. പിന്നെ അടുത്തത് യൂസേജ് ഓഫ് റിസോഴ്സസ് ആണ്. അതായത് ബെഞ്ചുകള്, ഡെസ്കുകള്, ടേബിള്, ബ്ലാക്ക് ബോർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ. അതായത് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള റിസോഴ്സസ് ആണ് ബെഞ്ച്, ഡെസ്ക്, ടേബിൾ, ചെയർ ഒക്കെ.
പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സസ് ആണ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടും ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളാവുമ്പോൾ നമുക്ക് ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാം, ചാർട്ട് പേപ്പർ ഉപയോഗിക്കാം, പിക്ചറുകൾ ഉപയോഗിക്കാം. അത് കാണിച്ചിട്ട് വേണം, അതായത് വിഷ്വലൈസിങ് ആണ്. കാണിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതും പറയുന്നതും തമ്മിൽ കുറെ അധികം വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനിയും ഉണ്ട് കേട്ടോ പോയിന്റ്സ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. ഹലോ മാം, ഞാൻ ചെറിയ ഡൗട്ട് വെച്ചോട്ടെ. നാളെ പരീക്ഷക്ക് എന്നുവെച്ചാല് ടിക്ക് ചെയ്യാനല്ലേ, അപ്പോ അധികം എനിക്ക് ടെൻഷൻ. പരീക്ഷ ആദ്യമായിട്ട് ചെയ്യണം, പരീക്ഷ ആദ്യമായിട്ട് ചെയ്യണം, ടെൻഷൻ. ടെൻഷനോ? ആ, എന്തിനാണ് ടെൻഷൻ? ആദ്യമായിട്ട് ചെയ്യണല്ലേ, അപ്പൊ അതിനൊന്നും ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കൂളായിട്ട് കോൺഫിഡന്റ് പഠിച്ചിട്ടുണ്ട് ആയിട്ട് എക്സാം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എഴുതാൻ പറ്റും കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ആ, പിന്നെന്തിനാ പേടിക്കുന്നത്? ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ ശ്രീനിവാസ്. ഓക്കെ ഓക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ടീച്ചർ ഉണ്ടാവും നാളെ? ഞാനോ? എന്തിനാ, എക്സാമിനോ? അല്ല, മേൽനോട്ടത്തിന് ഒരാളുണ്ടാവും പറഞ്ഞിരുന്നില്ലേ എക്സാം ഹാളില്? എക്സാം ഹാളിൽ ഉണ്ടാകും, ഞാൻ ഉണ്ടാവില്ല, എനിക്ക് ക്ലാസ് ഉണ്ടാവും പറയും കേട്ടോ. നിങ്ങൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ മാം നിങ്ങൾ തന്നെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? അല്ല, പുറത്തുനിന്നാണോ അതോ നിങ്ങൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. നാളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഞാനാണോ പുറത്തുനിന്നുള്ളവരാണോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് കേട്ടോ. ഓക്കെ, ടെസ്റ്റില് ക്വസ്റ്റ്യൻസ് ഇല്ലേ മാം, ഡിഫറൻസ് മെക്കാനിസത്തിൽ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള, അത് കാണുമ്പോഴത്തേക്കും മാറിപ്പോകുന്നുണ്ട് ചെയ്യുമ്പോൾ. നിങ്ങൾ ഇങ്ങനെ ഡിഫൻസ് മെക്കാനിസം മാത്രം പിടിച്ചിരിക്കുന്ന അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾ നാളെ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫൻസ് മെക്കാനിസം എത്ര സിമ്പിൾ ആയിരുന്നെന്ന് കേട്ടോ. അതിങ്ങനെ കുറച്ചിങ്ങനെ ആലോചിക്കേണ്ട. വേറെയും ചാപ്റ്റേഴ്സ് മിസ് പോയിന്റ് കുറച്ചല്ലോ. ഇപ്പൊ ഡിഫൻസ് മെക്കാനിസം എല്ലാ പോയിന്റ്സും എക്സാമിന് ഇല്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ പ്രോബ്ലം ഇല്ല, കൺഫ്യൂഷൻ പോയി ഇപ്പൊ. ആ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ ചോദിക്കില്ല, പിന്നെ പേടിക്കുന്ന എന്തിനാ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കും കേട്ടോ. ഡിഫൻസ് മെക്കാനിസം മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. ചെറിയൊരു പാട്ടാണ്. ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ്. എന്റെ പൊന്നോമന കുഞ്ഞുകുട്ട, പഞ്ചാര പായസം ഇഷ്ടമാണോ? ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ്, പഞ്ചാര പായസം ഇഷ്ടമാണ്. തേനൂറും മാമ്പഴം ഇഷ്ടമാണോ? ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. മുന്തിരിങ്ങ പഴം തന്നിടട്ടെ, തന്നാട്ടെ തന്നാട്ടെ വേഗമാട്ടെ. നെയ്യപ്പം വേണമോ കുഞ്ഞുകുട്ട? അയ്യയ്യ അഞ്ചെണ്ണം തിന്നിടാം ഞാൻ. എന്തിനോടേതിനോടേറെ ഇഷ്ടം ചൊല്ലുമോ നീ എന്റെ കുഞ്ഞുകുട്ട? ഒക്കത്തെടുത്തെനിക്കമ്മ നൽകും ചക്കരയുമ്മയാണേറെ ഇഷ്ടം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ നന്നായിട്ട് എക്സാം എല്ലാ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാത്തിനും, അപ്പൊ അതുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം.